ഞാൻ ഈ KGN ക്യാമ്പസിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ KGNന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പലരും യാത്ര പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള സന്തതികളിൽ പലരും യാത്ര പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ ദാറുൽ ഇർസാദിന്റെ മഹത്തായ സമ്മേളനം നടക്കുമ്പോ പ്രിയപ്പെട്ട സഹപാഠികളെ, ദാറുൽ ഇർസാദിന്റെ സന്തതികളെ, ഇവിടെയുള്ള വിവിധ സെക്ഷനുകളിൽ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെ, നാളെയുടെ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായി സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ വിദ്യാർത്ഥികളെ, ഈ കളസ ഇവിടെ സംസാരിക്കുമ്പോ, നിങ്ങൾ എന്റെ സംസാരം കേൾക്കുമ്പോ, ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓടി നടക്കേണ്ടിയിരുന്ന നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ നാച്ചി നാച്ചി എന്ന് വിളിക്കാറുണ്ടായിരുന്ന നാസിറിനെ മറക്കാൻ പറ്റുമോ? ഈ ദേവാ കോളേജിന്റെ വാർഷിക പരിപാടിയുടെ സമാപന ചടങ്ങ് നടക്കുമ്പോ ഇന്ന് ഈ സംസാരം ഇവിടെ ഇരുന്ന് കേൾക്കാൻ പ്രിയപ്പെട്ട കൊച്ചനുജനായ നാസിർ ഇവിടെ ഇല്ലല്ലോ. ആ നാസിറിനെ ഒരിക്കലും മറക്കാൻ പറ്റൂല. പക്ഷേ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് കമന്റ് അടിച്ചാലും ഇൽമുള്ളവർക്ക് ഒന്നേ പറയാനുള്ളൂ, നാസിർ വലിയ ഭാഗ്യവാനാണ്. എന്തേ കാരണം? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി KGNന്റെ ദാറുൽ ഇർസാദിന്റെ സമ്മേളന ചടങ്ങ്, ആ ചടങ്ങ് ഒരുക്കാനായി സജീവമായി മുന്നിലിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് എടുക്കുന്നു, മറ്റൊരു ഭാഗത്ത് മുതഅല്ലിമാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ഈ സമാപന ചടങ്ങ് ഇവിടെ നടക്കുമ്പോ നിങ്ങളിൽപ്പെട്ട പല സീനിയർ വിദ്യാർത്ഥികളോട് നടക്കുമ്പോ ആ കൂട്ടത്തിൽ ഇളയവനായ നാസിർ ഇടയ്ക്ക് എവിടെയെങ്കിലും പ്രവർത്തന ഗോതയിൽ അവന്റെ സാന്നിധ്യം ഉറപ്പിക്കേണ്ടവനായിരുന്നല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ വിധിയാണ്. ഇന്നത്തെ വാല കഴിഞ്ഞ് നാളെ എനിക്ക് ചിക്കമകളൂരിലേക്ക് പോകാനുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പില്ല ഞാനെവിടെ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇന്നലത്തെ രാത്രി വാലിന്റെ സ്റ്റേജിൽ ഞാൻ സംസാരിക്കുമ്പോ അവിടെ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞു, നാളെ ഞാൻ സംസാരിക്കേണ്ടത് KGN ക്യാമ്പസിലാണ്. പക്ഷേ ഞാനെവിടെ എത്തിച്ചേരുമോ എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നാസിർ വലിയ ഭാഗ്യവാനാണ്. അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാണ്. ആ മുതഅല്ലിം ഇൽമു പഠിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്താലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ. ആരെങ്കിലും ഒരുത്തൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇൽമു പഠിക്കാനായി വന്നാൽ ആ മാർഗത്തിൽ തന്നെ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്താൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഒന്നിലധികം ഹദീസുകളിൽ മുതഅല്ലിമീങ്ങളായിരിക്കെ ലോകത്തോട് യാത്ര പറഞ്ഞാൽ അതിന് വല്ലാത്ത ബഹുമാനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 1-2 ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി കാന ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ. ഒരുത്തൻ അള്ളാന്റെ ദീന് പഠിക്കാനായി ഇറങ്ങിത്തിരിച്ചാൽ ആ പഠനം പൂർത്തിയാക്കി മടങ്ങി വരുന്നത് വരെ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ ഫീ സബീലില്ലാഹിലാണ്, അല്ലാഹുവിന്റെ വഴിയിലാണ്. അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത് അന്ത്യശ്വാസം വലിക്കുന്നവനല്ലേ പ്രിയപ്പെട്ട സഹപാഠികളെ ഷഹീദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ നാസിറിന് ഷഹീദ്
ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു കനിഞ്ഞേകട്ടെ. പോരാ, ഒറ്റ കാര്യം കൂടി പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട്. ഹബീബായ മുത്തുനബി തങ്ങളെ മറ്റൊരു ഹദീസാണ്, മൻ ജാഅഹു അജലുഹു വഹുവ യത്ലുബുൽ ഇൽമ. ഒരുത്തൻ ഇൽമു പഠിക്കുമ്പോ അവധി തീർന്നാൽ അഥവാ മരിച്ചാൽ ലഖിയല്ലാഹ, അവൻ അല്ലാഹനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? വലം യകുൻ ബൈനഹു വ ബൈനൻ നബിയീന ഇല്ലാ ദറജത്തൻ നുബുവ. ഇവൻ സ്വർഗത്തിലെത്തുമ്പോ അമ്പിയാക്കൾക്കും ഇവനും ഇടയിലുള്ള വ്യത്യാസം ഒന്നു മാത്രമാണ്. അമ്പിയാക്കൾക്ക് നുബൂവത്തുണ്ട്, ഇവന് നുബൂവത്തില്ല. അപ്പൊ അമ്പിയാക്കളും ഇവനും അത്രയും അടുപ്പക്കാരായി സ്വർഗത്തിൽ വന്നിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് നാസിറിനെ ഇവിടെ ഓർത്തത്? അതുപോലെ ഏത് സമയത്താണ് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുക പറയാൻ പറ്റൂ.